നമസ്കാരം. മിറർ ഫിലിം കേരളയുടെ ആദ്യത്തെ സംരംഭമായ നോട്ട് ദി പോയിൻ്റ് എന്ന കോമഡി പ്രോഗ്രാമിന് നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി. ആ കോമഡി പ്രോഗ്രാം ഒരു ഹിറ്റാക്കി മാറ്റിയതിൽ നിങ്ങളുടെ എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുറി നമ്മൾ ഏറെ പുതുമയോടുകൂടിയ ഒരു കോമഡി പ്രോഗ്രാം ചെയ്യുകയാണ്. ഓക്കെ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്. ഈ പ്രോഗ്രാമിലും നിങ്ങളുടെ എല്ലാവരുടെയും നന്മ നിറഞ്ഞ നല്ല മനസ്സിൻ്റെ പ്രോത്സാഹനങ്ങളും അനുഗ്രഹവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്. കിങ്ങിണിക്കര ഗ്രാമം. ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആരുടെ ഗ്രാമമെന്ന് അറിയണ്ടേ? നമ്മുടെ രാധാകൃഷ്ണൻ്റെ ഗ്രാമമാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, ഇത് ഏത് രാധാകൃഷ്ണനാണോ? നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ചാന്തുകുട്ടി എന്ന സിനിമയിലെ രാധ എന്ന രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ്റെ ഗ്രാമത്തിലേക്ക്, നമ്മുടെ ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് കിടന്നില്ല. ഇപ്പൊ കളിക്കാൻ പോണേ എന്തൊരു മഹാനുഭാവല്ലോ. നിനക്കെന്തോ ഒന്ന് പോടാ അവിടുന്ന്. ഓക്കെ കളിക്കട്ടെ. എന്താടോ മഹാനുഭാവലു താത്തൈ തിത്തൈ. ഇത് ഒന്നാം കാലം. ഇതിങ്ങനെ രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം, ആറാം കാലം വരെ ഉണ്ടറിയോ? ഇതിപ്പോ കണ്ടാലുണ്ടല്ലോ കണ്ട കൊച്ചു പിട്ടികള് കൊച്ചു അത് വന്നിട്ട് കളിക്കുന്ന പോലെ ഉണ്ട്. എന്താണ് നീ എന്നെ കളിയാ? മനുഷ്യ മര്യാദക്ക് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടിക്കൂട്ടി ഞാൻ പൊട്ടിച്ചു വെക്കും, പറഞ്ഞേക്കാം. നീ എന്നെ തല്ലിയല്ലേ? ഇടി
സത്യം പറ, ഞാനാണ് ഭർത്താവ്, നീയാണ് എനിക്ക് ഇത്ര എന്നെ കാണും. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാം, ഞാനുണ്ടല്ലോ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാലേ ഞാൻ അനുഭവിക്കുന്നത് അറിയാവോ? നീ എന്നെ തല്ലില്ലേ, നീ അനുഭവിക്കും. നിനക്ക് അങ്ങനെ വേണ്ടോ, നിനക്ക് ആണത്തില്ല എന്നിട്ടാ. നിനക്കറിയാം എന്റെ ഭാര്യക്ക് എന്തിന്റെ കുറവാണ്, എന്തിന്റെ കുറവാണ് ഇവർക്ക് എന്തിന്റെ കുറവാന്ന് അതിപ്പോ എനിക്കറിയോ, നിനക്ക് ഇവക്ക് എന്തിന്റെ കുറവാണ്. എടാ അവളത് സാരി വേണോന്ന് പറയുമ്പോ സാരി മേടിച്ചു കൊടുക്കും, ചുരിദാർ വേണമെന്ന് പറയുമ്പോ ഞാൻ ചുരിദേഴാ മേടിച്ചു കൊടുക്കും. അവസരം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. ഇവിടെ തൊടി കംപ്ലീറ്റ് കഴുകുന്നാരാ? ആരാ കഴുകുന്നേ? എനിക്കിത് ഞാനാ. ഇവള് പാത്രം കഴുകട എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാത്രം ഈ ഞാൻ കഴുകി കൊടുക്കും. അവസാനം ഇവളുടെ ഒരു ഡയലോഗ് ഉണ്ട്, അത് മാത്രം എനിക്ക് സൂചിക്കത്തില്ല, അറിയോ? അതേത് ഡയലോഗാ? അവള് പറയാ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ. അയ്യേ, ഈ നിസ്സാരത്തിന് വഴക്കുന്നത്. നിനക്ക് പാത്രം കഴുകാം, തുണി അലക്കാം, നമുക്ക് സാരി മേടിച്ചു കൊടുക്കാം, ചുരിദാർ മേടിച്ചു കൊടുക്കാം ഒക്കെ ചെയ്യെങ്കിൽ പിന്നെ പശുവിന് വൈക്കോലിട്ട് കൊടുത്താൽ നിനക്ക് എന്താ കുഴപ്പം? ഇങ്ങോട്ട് മാർക്കടി. എന്തിനാ ഞാൻ പശുവിന് കച്ചിട്ട് കൊടുത്ത അതിലിടുന്ന ചാണകം നിന്റെ അപ്പം വന്ന് വരുവാടാ. അപ്പനേക്കാരെ വിളിച്ചാണ്ടല്ലോ ഈ നാട്ടിൽ നല്ല ചുരിദാറുള്ള ആൺപിള്ളേരുണ്ട്, അവരൊക്കെ ഒന്ന് ഇടിച്ച് നിങ്ങളുടെ പൂം കൊടുക്കണം. പിന്നെ ആൺപിള്ളേര് ഏതോനെ വരുന്നത് ഞാനൊന്ന് കാണണ്ട. എന്നാലും ഇവിടെ കിടന്ന് ബഹളം. ആര് ബഹളം? നീ എന്താ പാവപ്പെട്ടവനെ തല്ലുന്നത്? അയ്യോ ഞാൻ തല്ലുവേടാ നിന്നെ. ഇവൻ എന്നെ തല്ലിയതട്ടോ. നീ ആണുങ്ങളോട് കളിക്കടാ, തന്നെ തടിയില്ല ആണുങ്ങളോട് കളിക്കടാ. എടാ ഒന്ന് പോടെ ഇറക്കത്തി, ഇതിനൊക്കെ വലിയ ആൾക്കാരെ ഞാൻ കണ്ടു. പറഞ്ഞു കൊടുക്കടാ എന്നെ പറ്റി. എനിക്ക് രാശനെ കുറിച്ച് അറിയാവാ? ഇവിടെ തനിക്ക് രാശനെ കുറിച്ച് അറിയാവാ? എനിക്കൊന്നും അറിയത്തില്ല. നിന്റെ കുട്ടനാട്ടിലെ ചകല് ചോര കുടിക്കണോ രാശൻ? ചോര മാത്രമല്ല, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് നീ തോറ്റിയിട്ട് കളിക്കല്ലേ, ഇടി മേടിക്കുന്ന നീ നല്ല ഇടി. പോടെ ഇറക്കാം. അതേ വേറെ വല്ലവരും എന്റെ അടുത്ത് കളിക്കില്ല കേട്ടോ. ഊരിനോടാ വെറുതെ ഇവനത് വേണോ? ഊരാൻ എന്ത് വേണ്ട നീയൊക്കെ ഊരാന്ന് പറഞ്ഞ്. അയ്യോ എടാ ഇങ്ങോട്ട് മാറി നിക്കടാ, ഇങ്ങോട്ട് മാറി നിക്കടാ, ഇങ്ങോട്ട് മാറി നിക്കടാ. കുത്തി ഞാൻ നിന്റെ കൊടലുമാല എടുത്തുകളെ കേട്ടടാ റാസ്കലെ. എന്താ നീ നോക്കുന്നേ? ഒന്ന് പോടാ അവിടെ എന്നെ പഠിപ്പിക്കല്ലേ. ഇങ്ങോട്ടൊക്കെ ദൈവം ചോദിക്കടാ. നിനക്ക് ഇതല്ലടാ, ഇതിൽ കൂടുതൽ കിട്ടണായിരുന്നു. നിനക്ക് ഇത്തിരി എല്ല് കൂടുതൽ കേട്ടോ. അവനോട് കളിക്കണപ്പോൾ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കില്ല. എന്റെ തേത്ത് വിളിച്ചാലുണ്ടല്ലോ ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ അങ്ങോട്ട് ഇടിച്ചു ഇവിടെ കിടന്ന് നിങ്ങൾ ഇങ്ങനെ ബഹളം ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. പോലീസുകാരെ പിടിക്കുന്നില്ല, പിടിക്കൂടാ. നിന്നൊക്കെ പോലീസുകാരൊന്നും പിടിക്കൂടാ. പോലീസുകാർ വരും. ഏത് തോറ്റു പോലീസ് പിടിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു, ഒരു സമാധാനം. ഏത് പോലീസുകാരനാ വരുന്നത് എനിക്കൊന്നും അറിയണമല്ലോ. ഇയാൾ എന്നെ കെട്ടിയോനാ, ഇയാൾ എന്നും കള്ളു കുടിച്ചിട്ട് വന്ന് ഭയങ്കര വഴക്കാ ബാക്കിയുള്ളവരുമായിട്ട്. കള്ളു കുടിച്ചിട്ട് നിന്നെ കാണും പറയാനത് കള്ളു കുടിച്ചിട്ട് ഊതിക്കളത്. ഇങ്ങോട്ട് ഊതിക്കണം, അങ്ങോട്ട് ഊതല. താഴോട്ട് ഊതാനല്ല പറഞ്ഞ, നേരെ ഊതാനാ പറഞ്ഞ. എനിക്ക് തലവേദന എടുക്കുന്നു. അങ്ങോട്ട് ഊതാനല്ല ഇങ്ങോട്ട് ഊതാൻ. ഞാൻ കാണിച്ചില്ല നിങ്ങളെ. അയ്യോ, ഇത് എന്ത് സാധന സാറാ കഴിച്ചത്? അമൃത അമൃത മനസ്സിലായോ? ഓ, അമൃത കഴിച്ചൊരു ദേവൻ കിരീടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. വെള്ളം അടിച്ചിട്ടുണ്ട്. പുതിയ നിനക്കറിയാമല്ല. എടാ പോടാ പോടാ, പോയിട്ട് നീ ചെന്ന് തല്ലി മേടിക്കും. എടീ നിനക്ക് അങ്ങനെ തന്നെ വേണോടി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇന്ന് നിന്റെ കെട്ടിയവനുണ്ടല്ലോ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ച് ചവിട്ടി അരച്ച് കൂമ്പൊക്കെ വട്ടും. അവിടുത്തെ എസ്ഐനെ നിനക്കറിയോ? പുലിക്കുട്ടി ആയാലോ, പുലിക്കുട്ടി അറിയാവോ നിനക്ക്? എന്റെ ദൈവമേ, ഞാൻ ഇനി എന്നാ ചെയ്യും? ഒന്നും ചെയ്യാനല്ലോ, വന്നത് പറഞ്ഞിട്ട് കാണുക, അത്രേ ഉള്ളൂ. വഴിക്ക് വെള്ളം ഒഴിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു സാറേ. ചോദിക്കും സാറേ, ഇവൻ വഴിക്ക് കിടന്ന് വെള്ളം ഒഴിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു. പൊന്നുകുട്ടി ഇവനെന്നെ ഇടിച്ച് ചുരുട്ടിയാടാ. നിനക്കൊക്കെ എന്താടാ? ഞങ്ങൾ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ട് നിനക്കൊക്കെ എന്താ? ഒന്ന് പോടാ മാഷേ. മാഷിന് ഞാനൊന്ന് കാണാനിരിക്കുന്നു. മാഷിന് കാര്യം അറിഞ്ഞോ? പുതിയൊരു സിനിമ ഇറങ്ങി. സിനിമ ശാന്തപ്പെട്ട് ഞാൻ കണ്ടുപോനെ. അത് എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ? 30 പ്രാവശ്യം കണ്ടു. 30 പ്രാവശ്യം. എന്റെ
മലയാള സിനിമയേക്കാൾ ഏറെ ഇഷ്ടം അതിലെ ഗാനരംഗങ്ങളാണ്. നമുക്കിഷ്ടപ്പെട്ട താരങ്ങൾ അത് അവതരിപ്പിക്കുമ്പോൾ നമുക്കതിലേറെ ഇഷ്ടം തോന്നും. ഇതാ ഇവിടെ ചില ഞാൻ ചെന്തള ചുണ്ടത്ത് മൊത്തം തരും ഒരു കൃഷ്ണ തുളസിപ്പു നുള്ളി മൂടി തുമ്പി ചാത്തി തരും ഞാനിന്ന് എടുത്തു വച്ചേ എന്റെ വീട്ടിലെ താമ്പളത്തിൽ ഞാനിന്ന് എടുത്തു വച്ചേ എന്റെ വീട്ടിലെ താമ്പളത്തിൽ ദൂരക്കിഴക്കുതിക്കും മാണിക്ക് ചെമ്പഴുത്താ. ചിലരുടെ സ്വഭാവം അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവരെത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ശരി, അവരറിയാതെ ആ ശൈലി പുറത്തു വരും. ഇത്രയും ആൾക്കാർ നമ്മുടെ നാട്ടുപുറത്ത് ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രണ്ടുപേരൊക്കെ നമുക്കിപ്പോൾ കാണാം. വിക്രമനും മുത്തും മായാസിയും പിന്നെ രാജുവും രാധയും രാജുവും പിന്നെ കളിക്കുന്നു. സോറി, കൊച്ചിന്റെ ബാലരമ വായിച്ചോണ്ടില്ല. പത്മനാവോ നീ എന്തുവാ താനിന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞ റോട്ടുള്ള വഴിയെ പടിഞ്ഞ റോട്ട് പോകുമ്പോൾ
നിനക്കിന്നലെ എന്തൊക്കെയോ ഏതാണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് യുപി സ്കൂളിൽ പഠിച്ച ദാക്ഷായണി, നമ്മുടെ ദാക്ഷായണി ഇതമനോട് രചയ്യന്റെ പത്മനാഭോ കേശവോ എന്തോ എടോ, ഞാനിന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ട് നോക്കി മൂത്രമൊഴിച്ചോണ്ടിരുന്നപ്പോ കുട്ടപ്പന്റെ പട്ടി തുടരും പൊട്ടിച്ചോടി വന്നെന്റെ എല്ലായിടവും കടിച്ചെന്റെ കേശവോ പത്മനാഭോ എന്തോ പട്ടി അല്ല പട്ടി നിന്റെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കടിച്ചതെന്ന് ഈ സമനോട് രചയ്യന്റെ പത്മനാഭോ എന്തോ പട്ടി അല്ല പട്ടി ആദ്യന്റെ കാലക്കമ്മി, പിന്നെ അതെന്റെ മുട്ടക്കമ്മി, പിന്നതെന്റെ തുടയിൽ കമ്മി, പിന്നതെന്റെ എന്റെ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ.
से आएगी बहार, कहीं से ये हवा आई, घटाए काली क्यों छाई, दफा हो गए हम, जुदा हो गए हम। वो लम्हे, वो बातें कोई न जाने, थी कैसी रातें, वो बरसातें, वो भीगी भीगी यादें, वो भीगी भीगी यादें। പൊന്നെ എലി പോലെ വന്നോ പുലി പോലെയാണല്ലോ പോണ ഞാനാണ് നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാനാണല്ലേ? Who were you, man? പോയാ നീ എന്റെ വില കളഞ്ഞടക്കത്തുള്ളല്ലേ? എന്റെ പേജു ഞാൻ ഇതൊക്കെ ഒരു നമ്പർ അടിച്ചല്ലേ, പിന്നെ ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ള ഓരോ പണികള്. ഓ തരികിടാ. ഒരു നാളിൽ ഞാൻ അവിടെ വരുന്നുണ്ട് പൂമോളെ, മഹർമാലയണിയിക്കാൻ നിൻചാരേ. എന്തുപറ്റി? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല മുതലാളി. എന്താ തങ്കപ്പ? ഞാൻ ഇവിടെ നിക്കത്തില്ല. കാര്യം കുഞ്ഞുണ്ടില്ലേ, അവന്റെ കല്ലെടുത്തന്നെ തലക്കിടെ പുറക്കിട്ട് എറിഞ്ഞു. എന്റെ ദൈവം, ഇവന്റെ കാര്യം വലിയ ശല്യമായില്ല. ഞാൻ പോകും. താൻ പോകരുത്. ആ ക്ഷമിക്ക്. ഞാൻ പോകും. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് പോവാ. എടോ എന്നെ ഓർത്ത് താങ്കൾ ക്ഷമിക്കടോ. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ? താൻ പോകരുത്. ഞാൻ പോകും. താൻ പോകരുത്. താൻ പോയി കഴിഞ്ഞാൽ ചക്ക കുഴയുന്ന പോലെ എല്ലാം കുഴയും. ഒരു കാര്യം ചെയ്യും, എനിക്ക് ശമ്പളം കൂട്ടി തരുമോ? ശമ്പളമൊക്കെ കൂട്ടിത്തരാം. കറക്റ്റ് ആയിട്ട് താൻ ഇവിടെ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. പണി ചെയ്യുന്നില്ലല്ലോ. മിറ്റ വലിക്കണം, പാത്രം കഴുകണം, വിറകിടണം, തുണി അലക്കണം. ഇതൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത്? നിർത്ത്. എടോ ഒരു നിസ്സാരമായ ഒരു പണി പറഞ്ഞു. ഈ ബൾബിന്റെ ഹോൾഡർ ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ട് 2 ദിവസമായി. ഇവിടെ വെട്ടമില്ല. തനത് മാറിയായിരുന്നോ? ബൾബൊക്കെ മാറ്റിടാം. ശമ്പളം കൂട്ടി തരുമല്ലോ. ശമ്പളമൊക്കെ കൂട്ടിത്തരാം. ആദ്യം ജോലി ഇറക്കാട്ടി. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഞാൻ കുഞ്ഞുള്ള പറയാം, എന്നെ ഉപദ്രവിക്കുന്നത് നോക്കണ കുഞ്ഞുണ്ണിയെ. ഞാൻ ഈ ബൾബൊക്കെ ഒന്ന് മാറിയൊക്കെ ഇതെങ്ങനെ അത് ശരി. ഈ ബൾബ് ഒന്ന് മാറ്റി ഇട്ടാ പോരെ, വേറെ കേസ് കിട്ടൊന്നുമില്ലല്ലോ. എനിക്കറിയാം. കുഞ്ഞുണ്ണിയെ കല്ലെടുത്തറിഞ്ഞ പോലെ എന്നെ തേക്കിടല്ലേ കേട്ടോ. എന്റെ സ്വഭാവം മാറാം കേട്ടോ. ആ വേണ്ട. ആ ബൾബൊന്ന് മാറിടാൻ നോക്കുമ്പോഴത്തേക്കും കരണ്ടായിരുന്നു. വേണ്ട, ഇപ്പൊ മാറണ്ട കാര്യമൊന്നുമില്ല. അവർക്കിട്ടുള്ള സമയത്ത് കരണ്ട. അത് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ചെയ്യണ്ട, പിന്നത്തേക്ക് ചെയ്യാം. ആ പോയേ പറഞ്ഞേക്കാത്തവനെ. വേണ്ട അധിക പ്രസംഗം കാണിക്കണ്ട. നീ എന്തിനാ പാവപ്പെട്ട തങ്കപ്പന്റെ തലക്കെട്ട് കല്ല് വെച്ചെറിഞ്ഞത്? ഞാൻ തലക്കിട്ട് കല്ല് വെച്ചെറിഞ്ഞല്ലോ. പിന്നെ ഞാൻ കണ്ണിനിട്ട് എറിഞ്ഞോ, കൊണ്ടപ്പോ തലക്കിട്ടായി പോയി. ദൈവമേ,
എടാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വേണ്ടോ നിന്നെ ചരിത്രം പഠിപ്പിക്കുന്ന ആ മാഷിനെ കണ്ട് അപ്പോഴാണ് നിന്റെ ചരിത്രം മൊത്തം ഞാൻ അറിഞ്ഞത്. തങ്കപ്പൻ മാഷ് ഇത്രമാത്രം വിവരമുള്ള അയാൾ എന്നോട് പറയാണ് നിനക്ക് ചരിത്രത്തിൽ ഒരു വക അറിയാൻ മേലെന്ന്. അതെങ്ങനെ എനിക്കറിയാൻ പറ്റണ ചരിത്രം എന്ന് പറഞ്ഞാൽ സാറ് ചോദിക്കണ ഞാൻ ജനിക്കണതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ? എടാ പൊന്നു മോനെ അതിലാണ് ചരിത്രം എന്ന് പറയുന്നത്. നീ കഴിഞ്ഞ ദിവസം ഈ അയൽവക്കം വെറുപ്പിച്ചല്ലോ. അയൽവക്കത്തെ കാര്യം പറഞ്ഞാൽ ഞാനൊന്നും അറിയാൻ പാടില്ലാത്തവരൊന്നും ധരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അറിയാമോ ലക്ഷ്മി ടീച്ചർ എന്തുവാ ചോദിച്ചത്? ലക്ഷ്മി ടീച്ചറെ ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണേ ആരാണ് പെഞ്ഞിന്റെ കാലുകൾ തല്ലിപ്പൊട്ടിച്ചതാ? അപ്പൊ നീ എന്നാ പറഞ്ഞു? ഞാനാന്ന് പറഞ്ഞു. എടാ നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊക്കെ കയറി കേൾക്കാൻ പോകുന്നത്? പറ്റിപ്പോയപ്പോ ഞാൻ നിനക്കെല്ലാം പറ്റിപ്പോന്നാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഈ അയൽവക്കത്ത് കയറി നീ എന്തുവാ കാണിച്ചു? അയൽവക്കത്ത് പുതിയ താമസക്കാർ വന്ന് ആ പരമേശ്വരൻ നേരം മുഖത്ത് നോക്കാൻ ഇരിക്കുന്നതാണോ ഇപ്പൊ? ആ ബാങ്കിലെ ജോലിയുള്ള ചേട്ടൻ. അത് തന്നെ. ഇത്രശം മീശുള്ള ചേട്ടൻ. ഇത്രശം മൂക്കുള്ള ചേട്ടൻ. ഇത്രശം മൂക്കുള്ള ചേട്ടൻ. നീ അവിടെ കയറി കാണിച്ചു തന്നാലും നീ പറയരുത്. അത് ഞാൻ പരിചയപ്പെടുന്നതല്ലേ. എന്ത് പരിചയപ്പെടാൻ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ ആ ചേട്ടനൊന്നും കണ്ടില്ല. 2 നില വീടാണല്ലോ. 2 നില വീട്. അപ്പൊ ഞാൻ ഇങ്ങനെ താഴത്തെ നില കൂടെ കയറി ചെന്നപ്പോ അവിടെ മൂലിക്ക് മേശയുടെ മോളിലെ കുഞ്ഞും കളറുള്ള മീനെ കിട്ടും വെച്ചേക്കണ ഒരു ചതുരത്തിലുള്ള ഒരു ഭരണി ഉണ്ടല്ലോ. അതിന്റെ പേര് എടാ മോനെ അതാണ് അക്വേറിയം. അക്വേറിയം 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 മതി പറയിങ്ങോട്ട്. അതല്ല ആ സാധനല്ലേ അതിനകത്ത് കൂടെ മീൻ ഇങ്ങനെ ഓടി കിടക്കുന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. പിടിക്കുന്നത് ഭയങ്കര അങ്ങനെ ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നോക്കി. കുറെ നേരം ചൂണ്ടിട്ട് മീൻ ഒറ്റണം കൊത്തില്ലപ്പോ ദേഷ്യം വന്നപ്പോ ചൂണ്ടയുടെ കാലെടുത്തിട്ട് ഒരടി എന്നിട്ട് ഓരോ മീനെടുത്ത് ഞാനിങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേനും ആ ചേട്ടൻ ഇത്രയും ചെയ്തിട്ടും അയാൾ നിന്നെ ഒന്നും ചെയ്തില്ലേ? പിന്നെ ആ ചേട്ടൻ വന്നിട്ട് അതിന് മോളിൽ കൊണ്ടു നിർത്തിട്ട് ഭയങ്കര വർത്താനം. എന്ത് വർത്താനം? അയാൾ മെടുക്കാനാണല്ലോ. അപ്പൊ അയാൾ മോളിൽ കൊണ്ടു നിർത്തി ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ അപ്പ തന്നെ പറയണ്ട. നീ അല്ല കഴുത, നിന്റെ അപ്പനാണ് കഴുതെന്ന് പറയണ്ടേ? ഞാൻ അപ്പ തന്നെ പറഞ്ഞപ്പോ എന്റെ മോൻ പറയും എനിക്കറിയാം. എന്ത് പറഞ്ഞു? ഞാനല്ല കഴുത, എന്റെ അപ്പനാ കഴുതെന്ന്. എടാ നീ ഇതാ പറഞ്ഞു നീ ഇവിടെ നിന്നും പോകരുത്. നീ എന്നെ ഒന്ന് പറയിപ്പിക്കരുത്. നീ കളിച്ച് നീ ആ പള്ളിയിലച്ഛന്റെ വരെ ചെന്ന് എന്തൊക്കെയാ ചെയ്ത്? പള്ളിയിലച്ഛൻ ഞാനോ ചെന്നപ്പോ പള്ളിയച്ഛൻ എന്നോട് പറഞ്ഞു ആ ലോഹയെ പിടിച്ച് വലിച്ചെന്നോ? എന്റെ പൊന്നപ്പച്ച സത്യമായിട്ടത് എന്റെ അപ്പച്ചനാണ് സത്യം. ഞാൻ പള്ളിയിലച്ഛന്റെ ലോഹ പിടിച്ച് വലിക്കാൻ പോയതല്ലേ, ഞാൻ അയാളുടെ ലോഹത്തെ കത്തിക്കാൻ വേണ്ടി പോയത്. ആ പള്ളിയിലച്ഛനെ ഒന്നും ചെയ്യരുത്. അത് പാപമാണത്. കുറ്റമാണത്. പറഞ്ഞു മനസ്സിലായി നിനക്ക്? അത് കുറ്റം പാപം എന്നൊക്കെ അപ്പച്ചനല്ലോ ബൈബിളുണ്ടത്. ബൈബിളിൽ പറഞ്ഞില്ലേ എല്ലാ ദിവസം വേദപാഠ ക്ലാസ് ചെല്ലുമ്പോഴേ അച്ഛൻ പറയും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും കുമ്പസരിച്ചാൽ മതി. ഞാൻ അപ്പൊ തന്നെ കുമ്പസരിച്ചു. എടാ ഈ കണക്കിന് ഞാൻ പോയി കുമ്പസരിക്കേണ്ടി വരുമല്ലോ. ഇങ്ങോട്ട് നോക്കി നീ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞെന്നറിയോ? ഈ കുസൃതിയൊക്കെ പറഞ്ഞെന്നറിയോ? നിനക്ക് അടിസ്ഥാനമില്ല. എടാ അടിസ്ഥാനമില്ല. ഇപ്പൊ അച്ഛൻ പറയുന്ന മോൻ ശ്രദ്ധിച്ച് കേക്ക്, എന്നിട്ട് നന്നാവും നീ. എടാ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു അടിസ്ഥാനം വേണം. അതായത് ഇപ്പൊ നീ 1ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? 1, 2, 3, 4 എല്ലാം അടിയിന്നാണ് തുടങ്ങുന്നത്. അതിനാണ് അടിസ്ഥാനം. ഇപ്പൊ നമ്മളൊരു വീട് കെട്ടിയാലും ആദ്യം നമ്മൾ തറ കെട്ടി അവിടെ നിന്ന് അങ്ങനെ കെട്ടി പൊക്കി അപ്പൊ എന്ത് ചെയ്താലും അതിന് അടിസ്ഥാനം വേണം. അടിയിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പൊ എന്ത് പണി ചെയ്താലും നമ്മൾ അടിയിൽ വേണം തുടങ്ങാൻ. അങ്ങനെയാണ് അപ്പച്ച ഒരു ഭയങ്കര സംശയമുള്ളൂ. എന്താ സംശയം? മിടുക്കൻ. സംശയം ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം. അച്ഛടെ പൊന്നുമോന് സംശയം അച്ഛൻ പറഞ്ഞുതരാ. നീ പറ എന്താ മിടുക്കം? അപ്പൊ ഈ കിണറിന്റെ പണിയൊക്കെ എങ്ങനെയാ സാധാരണ? അത് പിന്നെ ഞാൻ കൊല്ലും. ഞാൻ തല്ലി വൃത്തിയായിട്ട ചോദ്യം ചോദിക്കുന്നത്. അച്ഛൻ ചോദിക്കാം. അച്ഛൻ ഇങ്ങനെ സയൻസ് പഠിപ്പിച്ചില്ലായിരുന്ന? അച്ഛടെ പൊന്നുമോന് ബാക്കി ചോദ്യം അച്ഛൻ ചോദിക്കാം. ഉത്തരം പറ കേട്ടാ. എടാ മഴ പെയ്യുമ്പോൾ ഇടി മിന്നുന്നത് എന്തുകൊണ്ടാണ്? എടാ മഴ പെയ്യുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലായിടത്തും തുല്യമായിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ദൈവം ടോർച്ചടിച്ചു നോക്കുമോ? ശരിയായിരിക്കോ? ചിലപ്പോ അത് തന്നെ ആയിരിക്കും. അടിക്കാൻ കൊന്നുകളയും. ഇനി അച്ഛൻ ചോദിക്കാൻ പോണ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അച്ഛൻ മോനെ ഇങ്ങനെ പാലൂട്ടി തേനൂട്ടി വളർത്തിയൊക്കെ വലുതാക്കുന്നുണ്ടല്ലോ. നിന്റെ ഭാവി ഒന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ പൊന്നു മോൻ വളർന്ന് അങ്ങ് പന്തലിച്ചു കഴിഞ്ഞാൽ മോൻ ആരെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം? എനിക്ക് അച്ഛന്റെ അമ്മേനെ കല്യാണം കഴിച്ചാൽ മതി. എടാ തല്ലി കൊല്ലും ഞാൻ. വൃത്തിയായിട്ട് വർത്താനം പറഞ്ഞ കേട്ടോ. ഇങ്ങോട്ട് ചൂടാവൊന്നും വേണ്ട. എന്റെ അമ്മേനെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് അച്ഛന്റെ അമ്മേനെ കല്യാണം കഴിക്കാം. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. എടാ മോനെ അതല്ല അച്ഛൻ ചോദിച്ചത്. ഇപ്പൊ എന്റെ അച്ഛന്റെ പൊന്നു മോൻ ഇവിടുന്ന് പഠിച്ച് ലണ്ടനിൽ പോയി, അമേരിക്ക പോയി, കാനഡ, അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പഠിച്ച് വലുതായി കഴിഞ്ഞ് ഇവിടെ വരുമല്ലോ. അപ്പൊ അച്ഛൻ ഒരു പെണ്ണിനെ ഫിക്സ് ചെയ്ത് കാണിച്ചു തരത്തില്ലേ? അങ്ങനെ ഇരിക്കുന്ന കൊച്ചിന് ആരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നാണ് അച്ഛൻ ചോദിച്ചത്. മനസ്സിലായില്ലേ? അച്ഛൻ 3 സജഷൻ തരാം. ഒന്ന്, ഒരു ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന പെണ്ണ്.
2 ഒരു നേഴ്സ്, 3 ഒരു ടീച്ചർ. ഇതിൽ ആരെയായിരിക്കും മോനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്? ഓ ടെലിഫോൺ ബൂത്തിരിക്കുന്ന പെണ്ണെ കെട്ടെ ശരിയാവില്ല അപ്പച്ച. എന്താണ് മോനെ? പിന്നെ എപ്പോഴും ക്യൂവിൽ നിൽക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ട് ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ലോ. അത് പറ്റത്തില്ല. പിന്നെ നേഴ്സ് ആണെങ്കിൽ ശരിയാവത്തില്ല അപ്പച്ച. അതെന്താ മോനെ? നമുക്ക് ഗുളിക തന്നെ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഹാരം തരത്തുള്ളൂ. പിന്നെ സ്ഥിരമായിട്ട് കടത്തി ഉറക്കം ചെയ്തു ബെഡ് റെസ്റ്റ് ആണെന്നും പറഞ്ഞുണ്ട്. എനിക്ക് ടീച്ചറെ കല്യാണം കഴിക്കാൻ മതി. ടീച്ചർ കല്യാണിച്ചാൽ മതി. അതെന്താ മോനെ നിനക്ക് ടീച്ചർ തന്നെ ഇത്രയായിട്ട് ഇഷ്ടമായത്? ടീച്ചർ ആവുമ്പോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി തരുകയും ചെയ്യും. പിന്നെ എത്ര രാത്രിയായാലും ഹോംവർക്ക് ചെയ്യാതെ കിടത്തി ഉറക്കത്തില്ല. കൊല്ലും ഞാൻ. എക്സാം അറിയാണ്. മര്യാദക്ക് ഇവിടുന്ന് പഠിച്ചോണം. ഇവിടുന്ന് ചലിച്ചിട്ടുണ്ട് ഞാൻ തല്ലി കൊല്ലും ഞാൻ. അപ്പുറത്തോണ്ട് ഞാൻ പറഞ്ഞേട്ടാ. ഇനി ഞാൻ മര്യാദക്ക് പഠിപ്പിക്കാമെന്ന് നോക്കട്ടെ. വടിയെടുത്തു പോകാൻ തോന്നണേ. അച്ഛനിപ്പോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്റെ ചെവി പൊന്നായിട്ടിരിക്കും. ചെവി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഞാനാണേ എന്നമ്മച്ചേ സർക്കാൻ കാണുന്നേ. ആരെങ്കിലൊക്കെ ഒന്ന് ഓടി പോയോ? സർക്കാൻ കാണുന്നേ. എന്നാ കാണുന്ന പറഞ്ഞ സ്വർഗം കാണുന്നു. കുഞ്ഞുണ്ണിയേ, സ്വർഗം കാണുന്നുണ്ടോ? സ്വർഗം അങ്ങനൊന്നും കാണാൻ പറ്റത്തില്ല. എടാ സ്വർഗമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. നിനക്കറിയാമല്ലേ? സ്വർഗമൊന്നും കണ്ടു. നിന്റെ സ്വർഗം ഞാൻ കാണിക്കാം. അതായത് ഇവനിട്ടൊരു പണി കൊടുത്താ കൊള്ളാം. ഇവൻ നേരത്തെ ഇവനെ കല്ലെടുത്ത് എന്റെ തലക്കിട്ടെറിഞ്ഞതാ. സ്വർഗം കാണില്ലേ? അതായത് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിരന്തരം സ്വർഗം ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലേ. ഡെയിലി ആ സ്വർഗത്തിൽ പൊക്കോണ്ടിരിക്കുന്നതാ. ആ സ്വർഗം കാണിച്ചുതരാം. നീ ഇങ്ങോട്ട് നോക്കി. കണ്ടോ? അതിനകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കാണാം. ഞാൻ ഡെയിലി അതിനകത്ത് കൈയിട്ടാ സ്വർഗം കാണുന്നത്. ഇവിടെ സ്വർഗത്തിലെല്ലാം പറഞ്ഞ ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം എനിക്ക് വേണ്ട. അതെന്താണ്? ഐസ്ക്രീം വല്ല കേസിലൊക്കെ കൊടുക്കും. അതുകൊണ്ട് അച്ഛന് കൊടുക്കാം. ഐസ്ക്രീം കഴിക്കുന്നത് ആപ്പിളും ഓറഞ്ചും മുന്തിരി മാത്രം കഴിച്ചാൽ മതി. അത് മതി. അപ്പൊ നീ കൈയിട്ടേ സ്വർഗം കാണാം. ശരിക്കും തുടരണം കേട്ടോ. അതിനകത്ത് തുടരണം. ഇവിടെ ഒന്നുകൂടെ ചാടിക്കരി എത്തത്തില്ലേ? ഒരു കാര്യം നിന്നെ ഞാൻ സ്വർഗം കാണിക്കാവേ. കുഞ്ഞുണ്ണി പോലെ സ്വർഗം കാണിക്കാവേ. കറക്റ്റ് നിന്നല്ലേ കേട്ടോ. സ്വർഗം കറക്റ്റ് അതിനകത്തോണേ. കണ്ടോളെ പിടിച്ചോളേ. തൊട്ടു വിളക്കി വച്ച വെങ്കലത്ത സയ്യ അതാ വട്ടെടുത്ത് തലയിൽ വച്ച ഉങ്കുതടി ചെമ്പ് വട്ടെടുത്ത് ഉടത്തി വച്ച വണ്ടിയറ് തേര് ഇപ്പോ ഇട്ടു വന്ന് കിളറുതടി എന്നവള് ജോറ്
கண்ணுக்கழகா பொண்ணு சிரிச்சா உன்ன மனச கொத்தி பறிச்சா கண்ணும் தனியா எண்ணி ரசிச்சா கண்ணும் பலதா பட்டு விரிச்ச ஏறெடுத்து பார்த்த எம்மா நீ தொடுத்து ஊற்று நீ எடுத்து வாரையம்மா சேர்த்து என்ன தேக்கு முத்தையம்மணிக்கு முத்திரம் கவிக்கு நிச்சயம் பதில் சொல்லணும் மயில் வாங்குயில பூங்குயில சேர்த்தியொன்னு கேளும் உன்ன மாலையிட தேடி வரும் நாடு என்ன நாடு ஒன்னா மறந்திருக்கும் ஒரு முழுதும் வரிய எம்மா கண்ணி முகத்தை விட்டு வேறதையும் தெரிய உங்கத்தில விளைஞ்ச மஞ்ச கிழங்கெடுத்து ஒரு சியம்மா இங்கும் வங்கும் பூசி வரும் நிழெடுத்தும் அரசி குடியிருக்கும் குண்டு கிளியே கட்டி கிடக்கும் வாடி வெளியே ஜட சொல்லித்தான் வாடி அரைஞ்சா சம்மதம் ஒன்னு சொல்லு கிளியே சாமத்தில வார எம்மா சாமந்தி பூங்காரு கோபம் பெட்டு பார்த்த எம்மா வந்த வழி போற சந்தனங்கரசு பூசணம் எனக்கு முத்தையம் கணக்கு முத்தவும் எனக்கு வாங்குயில பூங்குயில செத்தி ஒன்று கேளும் உன்ன மாலையிட தேடி வரோ நாடு என்ன நாடு வாங்குயில பூங்குயில செத்தி ஒன்று கேளும் உன்ன மாலையிட தேடி வரோ நாடு என்ன நாடு முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால வாங்குயில பூங்குயில சேர்த்தி ஒன்று கேளும் உன்ன மாலையில